ഹായ് ഗൈസ്, അപ്പോൾ എൻ്റെ പെരുന്നാൾ ബോണസ് ഞാൻ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് കാണിച്ചു തരാൻ പോകുന്നത്. വാ, നിനക്ക് കിട്ടിയ പെരുന്നാൾ ബോണസ് നിന്റെ ഫ്യൂച്ചറിലേക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം. വേണ്ട സൗർഗ, വേണ്ട. പണ്ട് ഉമ്മ ഇങ്ങനെയാണ് ഓരോന്ന് പറഞ്ഞ് എൻ്റെ പെരുന്നാൾ പൈസ കൊണ്ട് പോകും. അതുപോലെ നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് ഇങ്ങ് വരില്ലേ. നിഹാരെ, അത് ഉമ്മ എന്തെങ്കിലും ഒരു ഗുണമുള്ള കാര്യത്തിനായിരിക്കില്ല അന്ന് എടുത്തു വെച്ചത്. ഇതുപോലെ തന്നെയാണ് SIP നിക്ഷേപങ്ങളെ. ഇപ്പൊ നോക്കിയും കണ്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നാളെ അത് ഗുണം ചെയ്യും. എങ്കിലും എനിക്ക് പേടിയ സൗർഗ, കിട്ടുന്ന പൈസ അപ്പോൾ തന്നെ സ്പെൻഡ് ചെയ്യലാണ് ഇപ്പൊ തന്നെ ഒരു സ്റ്റൈല്. നിനക്ക് ഈ 50-30-20 സ്റ്റൈൽ എന്താണെന്നറിയോ? അത് ഞാൻ എനിക്ക് പറഞ്ഞുതരാം. 50-30-20 റൂൾ എന്ന് പറഞ്ഞാൽ 50 നീഡ്സ്, 30 വാണ്ട്സ്, 20 സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഈ 50 എന്നുള്ളതുണ്ടല്ലോ നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് നീഡ്സ്, അതായത് നമ്മളെ ഹൗസ് റെന്റ് ഉണ്ടാവും, നമ്മളെ ഭക്ഷണം ഉണ്ടാവും, നമ്മളെ യൂട്ടിലിറ്റി ബില്ലും ഒക്കെ ഉണ്ടാവും. 30% എന്ന് പറയുന്നത് വാണ്ട്സ് ആണ്. അതായത് നമുക്കൊരു എന്റർടൈൻമെന്റ്, പുറത്തു പോയി ഭക്ഷണം കഴിക്കുക, ഒരു അഡീഷണൽ പെയർ ഓഫ് ഷൂസ് നമ്മൾ വാങ്ങുക അല്ലെ. ബാക്കി വരുന്ന 20% നമ്മൾ നമ്മളെ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ആക്കി വെക്കണം. അപ്പൊ നിനക്ക് എത്ര ബോണസ് കിട്ടി? 10,000 രൂപ. 50-30 റൂളിൽ നീ 5,000 രൂപ നിന്റെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നു. 3,000 രൂപ അടിച്ചു പൊളിച്ചോ. ബാക്കി 2,000 രൂപ നീ സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റി വെക്കുക. ഇതിൽ ഏറ്റവും പ്രധാനം നിന്റെ സ്വപ്നങ്ങൾ നെയ്തെടുക്കാൻ വേണ്ടി നീ എത്രത്തോളം പൈസ മാറ്റി വെക്കുന്നുണ്ട്, നിക്ഷേപിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് പൈസ മൊത്തം ലോക്കാവില്ല എന്നല്ലേ? ഒരിക്കലും ഇല്ല. ഇതിൽ കൂടി നിനക്കൊരു നിക്ഷേപശീലവും വളർത്തിയെടുക്കാം. ഈ നിക്ഷേപം നിന്റെ കൺമുമ്പിൽ തന്നെ വളരുന്നത് നിനക്ക് കാണാം. ഇങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു 2,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. മതി, പതുക്കെ തുടങ്ങിയാൽ മതി. പക്ഷേ തുടങ്ങുന്നത് പോലെ തന്നെ പ്രധാനമാണ് തുടർന്നു കൊണ്ടേയിരിക്കുക എന്നുള്ളത്. ഈദ് മുബാറക്. ഇതും പറ.